Hi friends, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജിഡി അഥവാ സെക്ഷൻ 2ലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കോസ്റ്റ് ഗാർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് സ്റ്റോറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് 5x minus 6 2 4 is equal to 12, what is the value of x? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 2. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു മെട്രിക്സ് ഉണ്ട്. സോ അതിന് ഡിറ്റർമിനന്റ് 12 ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ 5x into 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20x ആണ്. മൈനസ് നെക്സ്റ്റ് -6 into 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -12 is equal to 12. ദെൻ 20x പ്ലസ്, അതായത് മൈനസ് ഇൻറ്റു ഇവിടെ മൈനസ് വരും. സോ 12 is equal to 12. നമുക്ക് ഈ പ്ലസ് 12നെ സമത്തിന് പുറത്ത് കൊണ്ടുകഴിഞ്ഞാൽ -12 ആകും. സോ 12 - 12 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 20x is equal to 0. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? x is equal to 0 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് y is equal to സൈൻ ഓഫ് log cos x, then what is the value of dy by dx? അപ്പോൾ നമുക്ക് y is equal to സൈൻ ഓഫ് log cos x നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് dy by dx എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണല്ലേ. സോ കോസ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? ലോഗ് കോസ് എക്സ് ആണ്. സോ കോസ് ഓഫ് ലോഗ് കോസ് എക്സ് എന്ന് വരും. നെക്സ്റ്റ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/x ആണ്. സോ 1/xൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് എന്ന് വരും ഇൻറ്റു നെക്സ്റ്റ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത് ടാൻ എക്സിൻ്റെ ടേംസിലാണ്. സോ ഒരു സൈൻ എക്സ് ബൈ കോസ് എക്സിനെ നമുക്ക് ടാൻ എക്സിൻ്റെ ടേമിലോട്ട് മാറ്റാം. സോ നമുക്കൊന്നുകൂടി ഇത് റീഅറേഞ്ച് എഴുതുകയാണെങ്കിൽ മൈനസ് കോസ് ഓഫ് ലോഗ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സിനെ നമുക്ക് ടാൻ എക്സ് എന്ന് എഴുതാം. സോ ആൻസർ എന്ത് വരും? മൈനസ് കോസ് ലോഗ് കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 3x മൈനസ് 7, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത് എഫ് ഓഫ് എക്സിന് ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ട്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അങ്ങനെയെങ്കിൽ ആ ഒരു വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സോ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x² ആണ്. നെക്സ്റ്റ് പ്ലസ് ഇവിടെ 3x² ആണ്. 3x² ഡെറിവേറ്റീവ് 3 into 2 ദാറ്റ് 6. സോ 6x വരും. പ്ലസ് ഇവിടെ 3xൻ്റെ ഡെറിവേറ്റീവ് 3 ആണ്. ഇവിടെ 0 ആയിട്ട് മാറും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ എന്ത് വരും? 3 into 4 പ്ലസ് 6 into 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആണ്. പ്ലസ് 3. സോ ഇവിടെ 12 പ്ലസ് 12 പ്ലസ് 3 ദാറ്റ് ഈസ് 27. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 27 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1/cos 330 ഡിഗ്രി മൈനസ് 1/√3 സൈൻ 240 ഡിഗ്രി? സോ നമുക്കിവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് കോസിനെയും സൈനിനെയും നമുക്ക് ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാം. സോ ഇവിടെ കോസ് 360 മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇവിടെ 330 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 30. സോ കോസ് 360 മൈനസ് 30 എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും? കോസ് 30 ആണ്. നെക്സ്റ്റ് നമുക്ക് സൈൻ്റെ ടൈമിനെ നമുക്ക് മാറ്റാണ്. സൈൻ ഇവിടെ 240 ആണുള്ളത്. അപ്പോൾ 240നെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം?
180 plus 60. So sin 180 plus theta എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സൈൻ എക്സ് ആണ്, ദാറ്റ് ഈസ് മൈനസ് 60. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഇവിടെ 1 ഇപ്പോൾ ഇവിടെ cos 30 എന്ന് പറഞ്ഞിട്ട് √3/2 ആണ്, മൈനസ് 1/√3 ഇൻറ്റു നെക്സ്റ്റ് ഇവിടെ മൈനസ് സൈൻ 60 ആണ്. അപ്പോൾ സൈൻ 60യുടെ വാല്യൂ എന്താണ്, അതും √3/2 ആണ്. സോ മൈനസ് √3/2 എന്ന് വരും. then is equal to, ഇപ്പോൾ ഇവിടെ 1/√3/2 നമുക്ക് 2/√3 എന്ന് എഴുതാം. നെക്സ്റ്റ് ഇവിടെ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ പ്ലസ് ഈ ഒരു 2നെ നമുക്ക് മുകളിലോട്ട് എടുക്കാം. സോ 2/3 എന്ന് വരും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6 പ്ലസ് 2√3 ഡിവൈഡഡ് ബൈ 3√3. നമുക്ക് ഈ മുകളിലത്തെ ടേമിൽ നിന്ന് 2നെ പുറത്തെടുക്കാം. കാരണം നമുക്ക് നൽകിയിരിക്കുന്ന ആൻസറിലൊക്കെ 2/3 എന്ന ഫോമുലാണ്, അല്ലെങ്കിൽ 1/3 എന്ന ഫോമുലാണ് ഉള്ളത്. സോ നമുക്ക് 2 പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ 3 പ്ലസ് √3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 3√3. ഇനിയും ഇതിനെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ കഴിയുള്ളൂ. സോ നമുക്കിതിനെ 2/3, ഇപ്പോൾ ഇവിടെ 3 പ്ലസ് √3 എന്ന് നമുക്കൊരു √3 പുറത്തെടുക്കുകയാണ്, എന്ത് വരും, √3 ഇവിടെ √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3 എന്ന് വരും. ഇപ്പോൾ ഈ √3യും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്തായിരിക്കും, 2/3 1 പ്ലസ് √3. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ശരിത്തരം, 2/3 1 പ്ലസ് √3. അടുത്ത ചോദ്യം, ഇഫ് ഇൻ്റഗ്രൽ 0 to a 1/1 plus x square dx is equal to π/4, then find the value of a. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ്റഗ്രൽ 0 to a 1/1 plus x square dx is equal to π/4 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇൻ്റഗ്രൽ 1/1 plus x square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan ഇൻവേഴ്സ് എക്സ് ആണ്. സോ tan ഇൻവേഴ്സ് എക്സ് 0 to a is equal to ആണ് π/4. സോ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണെങ്കിൽ tan ഇൻവേഴ്സ് a മൈനസ് tan ഇൻവേഴ്സ് 0 is equal to π/4. tan ഇൻവേഴ്സ് 0യുടെ വാല്യൂ 0 ആണ്. സോ tan ഇൻവേഴ്സ് a is equal to π/4 എന്ന് വരും. സോ a is equal to tan π/4. ദെൻ നെക്സ്റ്റ് tan π/4ൻ്റെ വാല്യൂ അഥവാ tan 45 is equal to 1 ആണ്. സോ a is equal to 1 എന്ന് വരും. അപ്പർ ലിമിറ്റ് എന്താണ്, 1 ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ദെൻ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എക്കും ബിക്കിടയിലുള്ള ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എ ഡോട്ട് ബി എന്ന് പറയുകയാണ് എന്താണ്, എ ബി കോസ് തീറ്റയാണ്. ദെൻ എ ക്രോസ് ബി എന്നുള്ളത് എന്താണ്, എ ബി സൈൻ തീറ്റ. സോ നമുക്കിത് രണ്ടിനെയും ഈ ഒരു ഇക്വേഷനിൽ നൽകിയിട്ടുള്ള പോലെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ എ ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എന്ന് വരും. ഇപ്പോൾ എ ബി കട്ട് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് കോസ് തീറ്റയെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ടാൻ തീറ്റ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. ടാൻ തീറ്റ എപ്പോഴാണ് 1 ആവുന്നത്, അറ്റ് π/4 അല്ലേ, 45 ഡിഗ്രിയിൽ. സോ ടാൻ π/4 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ തീറ്റ എന്താണ്, π/4 ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് ഡി എക്സ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കിവിടെ 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു 1 മൈനസ്
എക്സ് സ്ക്വയറിനെ നമുക്ക് 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലെത്തി. അതായത് എൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. സോ 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് വരും. സോ നമുക്ക് ഇവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഡി എക്സ്. ഇപ്പോൾ മുകളിൽ ഒരു 1 പ്ലസ് എക്സ് ഉണ്ട്, താഴെയുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് വരും? ഇൻ്റഗ്രൽ 1 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ? 1ന് എക്സ് ആയിരിക്കും, മൈനസ് എക്സിൻ്റെത് എക്സ് സ്ക്വയർ ബൈ 2 ആയിരിക്കും. സോ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. അടുത്ത ചോദ്യം, ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy ബൈ ഡി എക്സ് പ്ലസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഈസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് ഐ എഫ് എന്ന് വിളിക്കാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ എന്ന റിലേഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ നമുക്ക് ഈ ഒരു നൽകിയിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൻ്റെ ഫോമിലോട്ട് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ ഐ എഫ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ടേമിലോട്ട് ഇത് മാറ്റി എഴുതുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ പി ഡി വൈ ആണ് കാണേണ്ടത്. സോ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് ദാറ്റ് ഈസ് എക്സ് ആണ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ എഫ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് വരും. സോ ഇ റേസ് ടു എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. സോ ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്മളിതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വഴി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.